ഡോക്ടർ, ഉണ്ണിക്കിപ്പോ എങ്ങനെയുണ്ട്? വേദന കുറയാൻ വേണ്ടി ഇഞ്ചക്ഷൻ എടുത്തിട്ടുണ്ട്. കുറച്ചു നേരം കുട്ടി റെസ്റ്റ് എടുക്കട്ടെ. 3 ദിവസത്തിനുള്ളിൽ മുറിവുണങ്ങും. താങ്ക് യു സോ മച്ച് ഡോക്ടർ. ഈശ്വര, ഞാൻ വേണോന്ന് വെച്ച ഉണ്ണിയെ തള്ളിയതല്ല, അറിയാതെ ചെയ്തു പോയതാ. ഉണ്ണിച്ചേട്ടനൊന്നും പറ്റരുതേ. അനു, ഉണ്ണിക്ക് നമ്മളെ രണ്ടുപേരെയും എന്ത് ഇഷ്ടാണെന്ന് അറിയോ? അച്ഛനും നമ്മളെ രണ്ടുപേരെ എത്ര ഇഷ്ടമാണോ അതുപോലെയാണ് ഉണ്ണിക്കും നമ്മളോടുള്ള ഇഷ്ടം. അങ്ങനെയുള്ള ഉണ്ണിയെയാ നീ ഇത്രയധികം ഹേർട്ട് ചെയ്യിച്ചത്. ശരിക്കും ഞാൻ ചേട്ടനെ ഹർട്ട് ചെയ്യണമെന്ന് കരുതിയില്ല. ഞാൻ തന്നെ അറിയാതെ ചെയ്തു പോയതാ. അനു, അതെങ്ങനെയാ നീ അറിയാതെ ചെയ്യുന്നേ? ശരിക്കും മുത്തശ്ശി, സത്യം, ഞാൻ വേണോന്ന് ചെയ്തതല്ല. നിനക്ക് ഉണ്ണിയെ ഒട്ടും ഇഷ്ടമല്ലല്ലേ? അവനോട് നിനക്ക് ദേഷ്യവുമാണ്. എനിക്ക് ഉണ്ണിയെ ഇഷ്ടമല്ലാത്തത് ശരിയാ, ദേഷ്യവും ഉണ്ട്. പക്ഷേ ഉണ്ണിയെ ഹേർട്ട് ചെയ്യണോന്ന് ഞാൻ കരുതിയില്ല. സത്യം മുത്തശ്ശ. അനു, ഉണ്ണി നിന്നെ ജീവന് തുല്യ സ്നേഹിക്കുന്നുണ്ട്. അവന്റെ ചിന്ത എപ്പോഴും നിങ്ങളെ രണ്ടുപേരെയും കുറിച്ചാ. നിങ്ങളുടെ ഹോംവർക്ക് ചെയ്യുന്നു, ഒരേട്ടനെ പോലെ നിങ്ങളെ സ്കൂളിലാക്കുന്നു. അങ്ങനെയുള്ള ഉണ്ണിയോട് നീ ദേഷ്യപ്പെടാൻ പാടുണ്ടോ? നിങ്ങൾക്ക് വേണ്ടിയാണ് ഉണ്ണി അവന്റെ സ്കൂൾ വിട്ടിട്ട് നിങ്ങളുടെ സ്കൂളിലേക്ക് വന്നത്. സ്കൂളിൽ നിങ്ങളെ രണ്ടുപേരെയും ആരും ഒന്നും പറയാതെ സംരക്ഷിക്കുകയാണ് അവൻ. നീ കോമ്പറ്റീഷനിൽ ജയിച്ചപ്പോ അത് അവന്റെ ജയമായി അവൻ കണക്കാക്കി. അന്ന് കേക്ക് മുറിക്കണമെന്ന് പറഞ്ഞതും അവനാ. എങ്കിൽ നീയാണെങ്കിലോ ഉണ്ണിയെ വേദനിപ്പിക്കുക ചെയ്തേ. നീ ജയിക്കാൻ വേണ്ടി അമ്മയോടൊപ്പം ചേർന്ന് ഉണ്ണിയും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടനു. അന്ന് സ്പോർട്സില് വേണോന്ന് വെച്ചിട്ടാ കാലുവേദനയെന്ന് പറഞ്ഞ് ഉണ്ണി കളിക്കാൻ വരാത്തത്. ഉണ്ണിച്ചേട്ടൻ വളരെ നല്ലവനാനോ. ഉണ്ണിയെപ്പോലൊരു ജ്യേഷ്ഠനെ നിങ്ങൾക്ക് കിട്ടിയത് നിങ്ങളുടെ ഭാഗ്യമാ മക്കളെ. നീ തന്നെ ആലോചിച്ചു നോക്കൂ. ഉണ്ണി എന്ത് ചെയ്താലും അത് നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ലേ? നിങ്ങളെ രണ്ടുപേരെ ഉണ്ണിക്ക് അത്രയ്ക്കിഷ്ടമാ. ഉണ്ണി വരുന്നതിന് മുമ്പ് നിങ്ങൾ എങ്ങനെയിരുന്നോ, അവൻ വന്നതിന് ശേഷം നിങ്ങൾ എങ്ങനെയാണോ, അതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? അപ്പൊ നിനക്ക് ഉണ്ണിയോട് സ്നേഹം തോന്നും, അവനോടുള്ള ദേഷ്യവും തീരും. ഉണ്ണിയെ നീ ഇഷ്ടപ്പെടും.
ഹാപ്പി രക്ഷാബന്ധൻ ചേട്ടാ. സോറി ചേട്ടാ, ഞാൻ വേണോന്ന് വെച്ച് ചേട്ടനെ തള്ളിയതല്ല. എനിക്കറിയാനു. ഇപ്പൊ വേദനയുണ്ടോ ചേട്ടാ? ഇപ്പൊ എനിക്ക് നല്ല സന്തോഷമുണ്ട്. എന്താടി ഇത്? അനു ഇത്ര വേഗം മാറിപ്പോയല്ലോ. അതാ എനിക്കും ഡൈജസ്റ്റ് ആവാത്തത് ആന്റി. നശിച്ച പെണ്ണ്, ഒരു ആവശ്യമില്ലാതെ ഇവളെ വിശ്വസിച്ച് ഓരോരോ സ്വപ്നങ്ങൾ കണ്ടു. കൊച്ചു കുട്ടികളുടെ ദേഷ്യം ഒരുപാട് നേരം നിക്കില്ല ആന്റി. ചേട്ടാ, ഇപ്പൊ ഞങ്ങള് കയ്യിൽ രാഖി കെട്ടിക്കോട്ടെ? അതിനു വേണ്ടിട്ടാ ഞാൻ ബസു,
ഈ കാഴ്ച കാണേണ്ടി വരുമെന്ന് ഞാൻ സ്വപ്നത്തെ പോലും വിചാരിച്ചില്ല. ചില നേരത്തെ വേറെ വഴിയില്ല ആന്റി, കണ്ടറിയണം. ഛെ, ഈ നശിച്ച കാഴ്ചകൾ കാണുന്നതിന് പകരം ചാവുന്നാ നല്ലത്. എന്തിനു മരിക്കണം? ആന്റിക്ക് അച്ഛന്റെ കയ്യില് രാഖി കെട്ടി ഗിഫ്റ്റ് ചോദിക്കാലോ. അതൊക്കെ ഞാൻ ഓൾറെഡി ചെയ്തതാ. ഒരു തവണ ഞാൻ എന്റെ ഏട്ടന്റെ കയ്യിൽ രാഖി കെട്ടി ഗിഫ്റ്റായി നെറ്റിയിലിടാൻ സിന്ദൂരം ചോദിച്ചു. പക്ഷെ ഏട്ടൻ എനിക്ക് തന്നത് വിഭൂതിയായിരുന്നു. പണ്ട് മുതൽ രാഖി കെട്ടിയാലും കെട്ടിയില്ലെങ്കിലും ഗിഫ്റ്റ് ചോദിച്ചാലും ചോദിച്ചില്ലെങ്കിലും എന്റെ ഏട്ടൻ എനിക്ക് വിഭൂതി തരുന്നത് ഒഴിവാക്കിയിട്ടേ ഇല്ല. ഇന്നു മുതല് നിങ്ങൾ എപ്പോഴും സന്തോഷമായി തന്നെ ഇരിക്കണം. നിങ്ങൾ കുട്ടികൾ മാത്രമല്ല, ഈ വീടിന്റെ വിളക്ക, ഞങ്ങളുടെ കണ്ണിലുണ്ണികൾ. ഉണ്ണിയെ നിങ്ങളെ ചേട്ടാന്ന് വിളിക്കുന്നത് കേൾക്കുമ്പോ ഒരുപാട് സന്തോഷം തോന്നുക. എന്തു പറ്റിയാനോ? എന്നെ തൊടരുത്. അതെന്താ? എനിക്ക് നിങ്ങളെ ഇഷ്ടമല്ല. നിങ്ങൾ എന്നെ ചീറ്റ് ചെയ്തു. ഞാൻ ക്ഷമിച്ചത് ചേട്ടനോട് മാത്രം, നിങ്ങളോടല്ല. നിങ്ങളോട് ഞാൻ ക്ഷമിക്കില്ല. നിങ്ങളെ ഒരിക്കലും ഞാൻ അമ്മയെ സ്വീകരിക്കില്ല. നിങ്ങൾ എന്നെ പറ്റിച്ചത് ഞാൻ ഒരിക്കലും മറക്കില്ല. ഞാൻ ചേട്ടനോട് മിണ്ടിയെന്ന് വെച്ച് നിങ്ങളോട് ഞാൻ മിണ്ടുമെന്ന് വിചാരിക്കണ്ട. വിചാരിച്ചാലും ഞാൻ ഒരിക്കലും മിണ്ടില്ല. നിങ്ങൾക്ക് എന്റെ അമ്മയാവാൻ കഴിയില്ല. എന്താടി ഇത്? അനു ഇങ്ങനെ ഒരു ടെസ്റ്റ് നമുക്ക് തന്നല്ലോ. അവള് സൈഡ് മാറിയെന്നാ തോന്നുന്നേ ആന്റി. അനു ഇപ്പോഴും നമ്മുടെ സൈഡ് തന്നെ ആന്റി. അനു കൊടുത്ത അടിയില് വസുവിന്റെ മുഖം വാടിയത് കണ്ട. സോറി അമ്മേ. അനുവിന് വേണ്ടി ഞാൻ സോറി പറയാ അമ്മേ. എന്റെ അനിയത്തി അനു അറിയാതെ അങ്ങനെയൊക്കെ പറഞ്ഞത്. അവളോടൊന്ന് ക്ഷമിക്കണേ. എനിക്ക് നിങ്ങളെ ഇഷ്ടമല്ല. നിങ്ങൾ എന്നെ ചീറ്റ് ചെയ്തു. ഞാൻ ക്ഷമിച്ചത് ചേട്ടനോട് മാത്രം, നിങ്ങളോടല്ല. നിങ്ങളെ ഒരിക്കലും ഞാൻ അമ്മയെ സ്വീകരിക്കില്ല. നിങ്ങൾക്ക് എന്റെ അമ്മയാവാൻ കഴിയില്ല. അഭിയേട്ടാ, ടവൽ. എല്ലാവരുടെയും മുന്നിൽ നീ അനുഭവിച്ച വേദന എന്റെ മുമ്പിൽ മറയ്ക്കാൻ ശ്രമിക്കുകയാണോ നീ?
എന്താ ഏട്ടൻ പറഞ്ഞു വരുന്നേ? അനു കൊച്ചുകുട്ടി തന്നെയാ, പക്ഷെ അവള് വലിയ കാര്യങ്ങളാണ് സംസാരിച്ചത്. അവളുടെ കണ്ണുകളിൽ സന്തോഷം കാണണമെന്ന് താൻ ആഗ്രഹിച്ചു. പക്ഷെ അത് കാരണം തൻ്റെ കണ്ണിൽ കണ്ണീര് വരുമെന്ന് താൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ലല്ലേ? അനു ജയിക്കാൻ വേണ്ടിയല്ലേ താൻ അങ്ങനെ പറഞ്ഞേ? അതിനു വേണ്ടിയാ പറഞ്ഞേ. പക്ഷേ അത് അനു എങ്ങനെ ഉൾക്കൊള്ളൂ എന്ന് ഞാൻ അന്നേരം ചിന്തിച്ചില്ല ഏട്ടാ. അമ്മ മരിച്ചുപോയെന്ന കാര്യം അനുവിന് നന്നായിട്ട് അറിയാം. എന്നിട്ടും അവള് വലിയ പിടിവാശിയില്ല. അനുവിന്റെ മനസ്സിൽ ഞാൻ നിറച്ച ആഗ്രഹം അത്രയ്ക്ക് വലുതായിരുന്നു. ഞാൻ അവളോട് പറഞ്ഞ കള്ളം സത്യമാകുമെന്ന് അവൾ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. അത് സത്യമാകില്ലെന്ന് അറിഞ്ഞപ്പോ മുതൽ എന്നോട് അവൾക്ക് നല്ല ദേഷ്യമുണ്ടായി. ഞാൻ അവളെ പറ്റിച്ചു എന്ന് അവളുടെ കുഞ്ഞു മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞുപോയി. പക്ഷേ താൻ അനുവിന്റെ നല്ലതിനു വേണ്ടിയല്ലേ ചെയ്തേ? അവളെ പറ്റിച്ചില്ലല്ലോ. ഞാൻ പറ്റിച്ചതല്ലേ, വിശ്വാസവഞ്ചന കാണിച്ചില്ലേ? എന്റെ കുട്ടിക്കാലത്ത് ഞാൻ അനാഥാലയത്തിലാണ് ഉണ്ടായിരുന്നത്. അപ്പൊ അനുവിനേക്കാളും ചെറിയ കുട്ടിയായിരുന്നു ഞാൻ. അച്ഛനും അമ്മയും ആരെന്നറിയില്ല. മറ്റു കുട്ടികളെയൊക്കെ തേടി ആരെങ്കിലുമൊക്കെ വരുമായിരുന്നു. എനിക്ക് വേണ്ടി ആരെങ്കിലുമൊക്കെ വരുമെന്ന് അന്ന് ഞാൻ കാത്തിരിക്കുമായിരുന്നു. ഒന്നുമില്ലെങ്കിലും എന്റെ അച്ഛനും അമ്മയും വരുമെന്ന് ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ചു. ആ പ്രായത്തിൽ എനിക്ക് അറിയില്ലായിരുന്നു അവര് മരിച്ചു പോയെന്നും ഇനി ഒരിക്കലും അവര് തിരിച്ചു വരില്ല എന്നും. അപ്പൊ ആരെങ്കിലും നിന്റെ അച്ഛനും അമ്മയും വരുമെന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുമായിരുന്നു. എന്നിട്ടും അച്ഛനും അമ്മയും വന്നില്ലെങ്കിൽ ഈ ഞാനും ഈ പാലു കാണിക്കുന്ന പോലെയൊക്കെ കാണിച്ചിരുന്നു. എന്നെ അങ്ങനെ ആഗ്രഹിപ്പിച്ച ആൾക്കാരെ ഇപ്പൊ പോലും എനിക്ക് ക്ഷമിക്കാൻ തോന്നില്ല. അതുകൊണ്ടാ ഇപ്പൊ അനുവിനെ കാണുമ്പോ എനിക്ക് എന്നെ തന്നെ ഓർമ്മ വരുന്നേ. അനുവിന്റെ വേദന എനിക്ക് മനസ്സിലാവും. ആരും ഇല്ലാത്ത തനിക്ക് സുശീലന്റെ മൂർത്തിയങ്ങളും അച്ഛനും അമ്മയും ആയതുപോലെ അമ്മയില്ലാത്ത അനുവിന് താൻ അമ്മയായി. അമ്മായി അമ്മായി അച്ഛനും ആയിരുന്നവരെ താൻ അച്ഛനെയും അമ്മയും പോലെ സ്നേഹിച്ചു. അതുപോലെ അനുവും തന്നെ അമ്മയെ പോലെ സ്നേഹിക്കണം. എന്നെ കൊണ്ടുപോലും തുടച്ചു മാറ്റാൻ പറ്റാത്ത കണ്ണീര് അനു തുടയ്ക്കണം. അത് തന്നെ ഏട്ടാ എന്റെയും ആഗ്രഹം. ഞാൻ കാരണം വേദനിച്ച കുഞ്ഞു മനസ്സ് സമാധാനപ്പെടുത്തി ക്ഷമിക്കണമെന്ന് ചോദിച്ച് അനുവിനോട് അടുക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഏട്ടാ. തന്റെ എല്ലാ ആഗ്രഹങ്ങളും തീർച്ചയായിട്ടും നടക്കും. അതിന് എന്നെ കൊണ്ട് പറ്റുന്ന എല്ലാ ഹെൽപ്പും ഞാൻ ചെയ്യും. താൻ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. ഡെഫിനറ്റ് ആയിട്ട് അനു തന്നെ ഏറ്റെടുത്തിരിക്കും. നമ്മുടെ 3 കുട്ടികളും ഹാപ്പി ആയിട്ട് തന്നെ ഇരിക്കും.